ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന കണ്ണൂർ ആറളം ഫാമിൽ ജനരോഷം ഇരമ്പുകയാണ്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിച്ച ആംബുലൻസ് ജനപ്രതിനിധികളും നാട്ടുകാരും തടഞ്ഞിട്ടു. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സജോ ദേവസ്യ കണ്ണൂർ ആറളം ഫാമിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. ജനരോഷം എത്രമാത്രം രൂക്ഷമാണ് അവിടെ? ആറളം ഫാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സംഘർഷം കനത്തു വരികയാണ് അവിടെ. ആംബുലൻസ് വിടാൻ നാട്ടുകാരും ജനപ്രതിനിധികളും തയ്യാറാകുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് ജീവനക്കാർ അവിടെ ഉണ്ട്, അവർ നാട്ടുകാരുമായി ചർച്ചയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർ 19 പേർ ഇതിനകം ആറളം ഫാമിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മയും കൊണ്ട് അവിടെ ആനമതിൽ ഉൾപ്പെടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആറളം ഫാം ബ്ലോക്ക് 13-ലാണ് കണ്ണൂർ ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിലാണ് 2 മനുഷ്യ ജീവനുകൾ നഷ്ടമായത്. ദമ്പതികളാണ് വെള്ളിയും ഒപ്പം ലീലയും. അവരുടെ ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. 18ഓളം ജീവനുകൾ കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിശോധിച്ചാൽ അത്രയധികം ജീവനുകൾ, 1 ഡസനിലധികം മനുഷ്യജീവനുകൾ ഇവിടെ നഷ്ടമായി. രാജ്യത്തെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയാണ്. അവിടെയാണ് മനുഷ്യർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്തത്. എനിക്ക് പിന്നിൽ 2 ആംബുലൻസുകൾ ഇവിടുത്തെ നാട്ടുകാർ, പ്രദേശവാസികൾ തടഞ്ഞിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ ജനപ്രതിനിധികളുണ്ട്, പോലീസുകാരുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ അവർ വഴങ്ങിയിട്ടില്ല. അതായത് ഈ കാര്യത്തിൽ ഇനിയും ഈ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉള്ള ഉറപ്പ് വേണം. അതിന് ജില്ലാ കളക്ടർ തന്നെ സംഭവ സ്ഥലത്തേക്ക് വരട്ടെ, ആളുകളെ കേൾക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ കൂടി ചേരുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ വാഹനം ഉൾപ്പെടെ തടഞ്ഞിട്ടിരിക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ നമുക്കൊരു ഒരു സുരക്ഷ ഉറപ്പാക്കണം. എന്താണ് നമ്മൾ ആവശ്യമായിട്ട് പറയുന്നത്? എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാനുള്ളത്? ഇപ്പോൾ 10-12 വർഷങ്ങളായി ഫാം കൊടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ 20 വർഷം. അപ്പോൾ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണമില്ല. കോടികളുടെ കണക്ക് മാത്രമേ എടുത്തിടുന്നുള്ളൂ. ഏത് ആൾക്കാർ പദ്ധതികൾ പറഞ്ഞാൽ നടപ്പിലാവുന്നില്ല. അതിനു വേണ്ടിയാണ് ഇവിടെ ഊരുകൂട്ടങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. അതിൽ പോലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് സമയം തരുന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവർ കേൾക്കാൻ, ഇവർ പറയുന്നത് കേട്ട് കൈയടിച്ചിട്ട് ഒത്തിരി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇനി ഞങ്ങൾ കേൾക്കത്തില്ല. കാരണം ഇതിപ്പോൾ 16ാമത്തെ മരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കുക. കളക്ടർമാർക്ക് അവിടെ ഇവിടെ എല്ലാം പോകാൻ സമയമുണ്ട്. ഇവിടെ വരാൻ എന്താ സമയമില്ലാത്തത്? ഇവിടെ വന്നിട്ട് ഇതിനൊരു തീരുമാനമാക്കണം. അല്ലാതെ വണ്ടി വിടില്ല എന്ന് ജനങ്ങൾ പറയുന്നത്. എല്ലാവരും ഇവിടെ താമസിക്കുന്ന എല്ലാവരും അങ്ങനെ പറയുന്നത്. കളക്ടർ വരാതെ ഇവിടുന്ന് വണ്ടി വരാതെ. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. അതാണ് ജനാധിപത്യം. അല്ലാതെ ഞങ്ങൾ കുറേ കാലിൻ്റെ ഇപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പ്യ പറഞ്ഞിട്ട് തിയാറ്റിൻ്റെ പ്രൊജക്റ്റിലാണ് ആനമതിൽ പൂർത്തിയായത്. ഇത്രയും വർഷമായിട്ടും ആനമതിലിന് ഒരു പൂർത്തീകരണം വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ആദിവാസികളെ കൊലക്ക് കൊടുക്കാനാണോ ഞങ്ങളിവിടെ കൊണ്ടാക്കിയത്? ഞങ്ങളുടെ ഉപജീവനമാണ് ഇവിടെ. ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങൾക്ക് തന്ന ഭൂമി, അതിൽ പോലും ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇനിയിപ്പം ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. നാളെ എനിക്ക് വന്നത് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഇവർ വാച കടിച്ചിട്ട് ഇവരങ്ങും പോകും. പക്ഷെ ഇവിടെ നാളെ ജീവിക്കണം ഞാനും എൻ്റെ സുഹൃത്ത് ആൾക്കാരാണ്. ഇവിടെ ഇതിന് ആരും സമാധാനം പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വനവകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും ഇപ്പോൾ കളക്ടർ സ്ഥാനത്ത് കയറിയിട്ട് കുറേ ആയി. ആദിവാസികൾ ജീവിച്ചോ, അവർ പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ ഒന്ന് പോലും അന്വേഷിച്ചിട്ട് ഈ ആറളം ഫാം 13-ാം ബ്ലോക്കിൽ വന്നിട്ടില്ല. ഏറ്റവും ഡേഞ്ചറായ സ്ഥലങ്ങളാണ് ഈ ആറളം ഫാം 13-ാം ബ്ലോക്ക്. ഏറ്റവും വന്യമൃഗം ശല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം DFൻ്റെ വണ്ടി ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ DFന് വരാൻ കഴിയത്തില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതം വേണം. ഞങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷിതം വേണം. അതുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കിയിട്ട് മാത്രമേ ഇവിടുന്ന്, ഞാനല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും അതാ പറയുന്നത്, ഇതിനൊരു ഒരു തീരുമാനം വേണം. ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾ തുടരും. ഇവിടെ പ്രതിഷേധം തന്നെയാണ്. പ്രതിഷേധിക്കാൻ വേറെ നമുക്ക് വഴിയില്ല. പ്രതിഷേധമല്ലാതെ ഇത് അധികാരി വർഗത്തിൻ്റെ ചെവിയിലേക്ക് ഞങ്ങൾ ഇതിനെ ഉയർത്തി കാണിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പ്രതിഷേധത്തെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. കാരണം ആദിവാസി ആയതുകൊണ്ട് എല്ലാവിധ കാര്യങ്ങൾക്കും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത് ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ്. ഫാമിൽ തന്നെ ഏതാണ്ട് ഒരു 50ഓളം ആനകൾ തമ്പടിച്ചിട്ടുണ്ട്. ആന 50ഓളം ആനകൾ തമ്പടിക്കുന്ന എന്ന് ഫോറസ്റ്റുകളും പറയുന്നുണ്ട്.
ഈ ഫോറസ്റ്റുകാരെ പോലെ തന്നെ ഈ ആദിവാസികളും ആനയെ കാണലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഒരു 3 മണി സമയത്ത് ഈ അംഗൻവാടി കുട്ടികൾ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് 3 മണിക്കാണ് ഈ ആന ഈ റോട്ടിലൂടെ പാസ് ചെയ്ത് കിടക്കുന്നത്. അന്ന് രാത്രിയിലായിരുന്നു, ഇപ്പോൾ വൈകുന്നേരം. ഇപ്പോൾ ആനക്കെന്ന് വെച്ചാൽ മുമ്പ് ആനക്ക് രാത്രി കാലങ്ങളായിരുന്നു ആനക്ക്. ഇന്നിപ്പോൾ ആന രാത്രിയും പകലും ഈ പാമ്പിൽ ആന തമ്പടിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ മുമ്പൊക്കെ നമുക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ആന രാത്രിക്കല്ലേ വരുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഇതും പറ്റില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ മരണത്തിനെ എടുത്ത് കാണിക്കുന്നത്. ഇത് ഉച്ചക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. ഈ മൂപ്പത്തിയും കുറച്ച് അവരുടെ എന്തോ കർഷകണ്ടി ശേഖരിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഈ അടഞ്ഞ കാട്, ഇത് ഫോറസ്റ്റ് പോലുള്ളൊരു കാടാണ്. മൂപ്പത്തി ഒരു 8 ഏക്കറോളം കാട് ഇങ്ങനെ തെളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തെളിക്കാൻ വേണ്ടി പോലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പട്ടികവർഗ അതെ പട്ടികവർഗ വകുപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഇവർ അന്വേഷിക്കൽ ആവശ്യപ്പെടുന്നില്ല. അവിടെ അത് നിസ്സാരവൽക്കരിക്കലാന്ന് നമുക്ക് പറയാനുള്ള ഒരു സമയം തരുന്നില്ല. ഇവിടെ നോക്കേണ്ടത് ആരാണ്? ഇന്നത്തെ ഈ മരണത്തിൻ്റെ ഉത്തരവാദി വനവകുപ്പും പട്ടികവർഗ വകുപ്പും റവന്യൂ വകുപ്പാണ്. ഈ 3 വകുപ്പുകളും ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിൽ സംഘർഷം കനത്ത് തന്നെ വരുന്നു. യഥാർത്ഥത്തിൽ ഈ മൃതദേഹം കയറ്റിയുള്ള ആംബുലൻസ് വിടാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. വളരെ പ്രതിഷേധത്തിലാണ് അവർ. കാര്യം 19 പേർ ഈ ആറളം ഫാമിൽ കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. വനമന്ത്രിയും ജില്ലാ കളക്ടറും എത്തിയാൽ മാത്രമേ അവരെന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് ചർച്ച ചെയ്യുള്ളൂ എന്ന രീതിയിലാണ് പ്രാദേശികമായി സംഘർഷം കനത്ത് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.